നിനക്കറിയാലോ, ഇന്ന് കുഞ്ഞുനാളിൽ കല്യാണം കഴിച്ച ആളാണ് ഞാൻ. അതെ, കുഞ്ഞുനാളി മുട്ടായി തിന്നുമ്പോ നമുക്ക് അറിയത്തില്ലല്ലോ വലുതാകുമ്പോ പുഴുപ്പല്ല് വരുമെന്ന്. ഇളന്തരം മഠത്തിലെ ചന്തച്ചേവൻ എന്താ ഈ തറവാട്ടിൽ കാര്യം? ഫുഡ് വല്ല ഓർഡർ ചെയ്തായിരുന്നോ? ഇല്ല. ഓർഡർ ചെയ്യുമെന്ന് പറയാമെന്ന്, എനിക്ക് ഡെലിവറി എടുക്കാൻ പോണം. എടാ ഡെലിവറി മോനെ, അവിടെ നിന്നേ. എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. നീ ഈ പുത്തൂരം തറവാട്ടില് നിന്റെ തല കിടന്ന് വിരളും, മനസ്സിലായോടാ തോൽവി? ആരോഗ്യം ഉറക്കമൊന്നും ഇല്ലേ? എങ്ങനെ ഉറങ്ങും? കട്ടിലെച്ചെന്നിരിക്കും, ഗിയർ മാറും, ഞാനിട്ട് പോകും. പിന്നെ എങ്ങനെ ഉറങ്ങാനാണ്? നീ പറ, സത്യം പറഞ്ഞിട്ട് നിന്നെ ഞാൻ ഇവിടെ നിന്ന് വിടത്തുള്ളൂ. സത്യം ഞാൻ പറയാം. അതായത് ഞാനേ എന്റെ ഈ ചതിയൻ ചന്ത എന്നുള്ള പേരുണ്ടല്ലോ, അതെങ്ങനെയെങ്കിലും ഗസറ്റ് എടുത്ത് പേര് മാറ്റണം. ഗസറ്റ് ഓഫീസല്ലേ ഇവിടെ നടത്തുന്നത്? പുത്തൂരം തറവാടാണ്. നീ സത്യം പറഞ്ഞിട്ട് പോയാ മതി. അതായത് കേട്ടോളിയാ, വേട്ടാവളിയൻ നിന്റെ കൊച്ചച്ഛന്റെ ചേട്ടൻ. കൊച്ചച്ഛന്റെ ചേട്ടൻ എന്ന് പറഞ്ഞ എന്റെ അച്ഛനല്ലേ? ഞാൻ ഇങ്ങനെ ചുറ്റിക്കെട്ടിയേ പറയത്തുള്ളൂ. നീ ഗ്രൂം ചെയ്തങ്ങ് എടുത്തോളാം. എന്നാ അളിയൻ പറ, എന്താ കാര്യം? സത്യം പറയാം, നിങ്ങൾ ഈ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല. ഈ വീടിന്റെ ചുറ്റാകെ കാടാണ്, കാട്. അതിലൊരു കഥയുണ്ട്. അതായത് ഞെണ്ണവിലെ ഞാൻ വിവാഹം കഴിക്കുമ്പോ അർദ്ധരാത്രി നമ്മളൊരു ഡീൽ ഉണ്ടാക്കി. അതായത് നമ്മൾ തമ്മിൽ പിണങ്ങുമ്പോ പുത്തൂരം തറവാട്ടിൽ ഒരു മരം വെക്കും. 8 വർഷം കൊണ്ട് ഇവിടെ കാടായി. ആമസോൺ കാട് കണക്കായി. അതെ, ഡെയിലി വഴക്കാണല്ലേ? അതെ അതെ അതെ. എത്ര മക്കള്? 5 മക്കള്. നിന്റെ അതെങ്ങനെ? കാടല്ലേ, ആരെ പേടിക്കാനാ? എന്റെ ഗുരുവിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ഈ പറ, എന്താ നിന്റെ ഗുരു? എന്റെ ഗുരു എന്ന് പറഞ്ഞാൽ 18 കളരി ക്യാശാനാണ്. അപ്പോ ഡോൺ ബ്രിട്ടസ്. ഞാൻ കളരി എന്നാണ് പറഞ്ഞത്, അല്ല കൈരളി എന്നല്ല. അപ്പൊ സത്യത്തിൽ ആരാ നിന്റെ ഗുരു? എന്റെ ഗുരു എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിനെ നിയന്ത്രിക്കും. അപ്പൊ റെഗുലേറ്റർ. ഒഴുകി വരുന്ന കുത്തി ഒലിച്ചു വരുന്ന വെള്ളച്ചാട്ടത്തിനെ തടഞ്ഞു നിർത്തും. അപ്പൊ ഡാമിന്റെ ഷട്ടർ. നിന്റെ അടുത്ത് ഒരു കാര്യവും പറയാൻ പറ്റില്ല. സത്യത്തിൽ നിന്റെ ഗുരു ആരാ? നിനക്ക് നീ വാളെടുക്കട ഇന്ന് നിന്നെ അറിയാല്. നീ വാടാ. എന്താ വാളിന്റെ നീളം കുറഞ്ഞ? ബഡ്ജറ്റ് കുറവാണെന്ന് കുട്ടച്ചൻ തമ്പുരാൻ പറഞ്ഞു. അതുകൊണ്ട് ആളിനെ നീളക്കൊരു കേസിന്ന് എന്റെ കഴുത്തറുത്ത് ഞാൻ ചോര ഒലിപ്പിച്ചു. ഇത് നീ കഴിച്ചോ. ഇത് വൈദ്യം എനിക്ക് നല്ലതാ, കൃമിയടിക്ക് ബെസ്റ്റാ. എടാ, നിന്നെ കൊണ്ട് ഞാൻ പാണനാരെ കൊണ്ട് നിന്നെ കുറിച്ച് മോശം പഠിക്കണം. ആണെങ്കിൽ നീ ഉണ്ടെന്ന് ഗസ് നടക്കത്തില്ല. പാണനാര് ഗ്രൂമിങ്ങിന് പോയി. പാണാവള്ളി ചേവന്റെ